എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്ന പ്രയറിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഡി മേജർ കോഡ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ബാക്കപ്പ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി മേജറിൻ്റെ ഫാമിലി കോഡ്സും റിലേറ്റീവ് കോഡ്സാണ് നോക്കുന്നത്. അപ്പോൾ ഫാമിലി കോഡ്സ് ഏതൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് കോഡ് വരുന്നത് ഡി മേജർ കോഡാണ്. ഇനി അടുത്ത കോഡ് എന്ന് പറയുന്നത് ജി മേജർ കോഡാണ്. ഓക്കെ, ഇനി അടുത്തൊരു കോഡ് എന്ന് പറയുന്നത് എ മേജർ കോഡ്. ഇനി റിലേറ്റീവ് കോഡ്സിൽ ഏതൊക്കെ കോഡ്സ് ഉണ്ട് നമുക്ക് നോക്കാം. ബി മൈനർ കോഡ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ ഇ മൈനർ കോഡ് വരുന്നുണ്ട്, പിന്നെ എഫ് ഷാർപ്പ് മൈനർ കോഡ് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഡി മേജറിനകത്ത് വരുന്ന ഫാമിലി കോഡ്സും റിലേറ്റീവ് കോഡ്സും. ഒന്നുകൂടെ പറയാം. ഡി മേജർ, ജി മേജർ, എ മേജർ, പിന്നെ ബി മൈനർ, പിന്നെ ഇ മൈനർ, പിന്നെ എഫ് ഷാർപ്പ് മൈനർ. ഇത്രയും കോഡുകളാണ് ഡി മേജർ സ്കെയിലിൽ വരുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഡി മേജർ നമ്മൾ കൊടുത്തു. ഇനി അടുത്തത് ഇ മൈനർ, ജി മേജർ, പിന്നെ അതുപോലെ ബി മൈനർ, എ മേജർ, ബി മൈനർ, ഇ മൈനർ, ഡി മേജർ. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ വായിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ആയിരിക്കണം എന്നില്ല. പ്രയോഗം എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നമ്മൾ കോഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ ചോദിക്കാം. അറിയുന്നത് പോലെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.